മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് ഫാർമസ്യൂട്ടിക്സ് 2ൽ വരുന്ന ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ആൻഡ് പാരന്റൽ ഡോസേജ് ഫോംസ് ആണ്. ഫസ്റ്റ് നമുക്ക് ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ നിന്ന് തുടങ്ങാം. സോ ഫാർമസ്യൂട്ടിക്സ് 2ൽ വരുന്നൊരു ടോപ്പിക്കാണിത്, ഒഫ്താൽമിക് പ്രൊഡക്ട്സ്. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഡെഫിനിഷൻ? എ സ്റ്റെറൈൽ സൊല്യൂഷൻ, എ സസ്പെൻഷൻ ഓർ ആൻ ഓയിൽമെന്റ് ഫോർ ഇൻസ്റ്റലേഷൻ ഇൻ ടു ദ ഐ ഇൻ ദ ഫോം ഓഫ് ഡ്രോപ്പ്, സ്പ്രേ ഓർ ഓയിൽമെന്റ്. എന്താണ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്? ദേ ആർ മീൻ ഫോർ ഇൻസ്റ്റലേഷൻ ഇൻ ടു ദി ഐ. കണ്ണിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാരന്റൽ പ്രിപ്പറേഷൻസ് ആണ്. ഏതൊക്കെ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റും? ഡ്രോപ്പ് രൂപേനയോ സ്പ്രേ പോലെയോ അല്ലെങ്കിൽ ഓയിൽമെന്റ് രൂപേനയോ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാരന്റൽ പ്രിപ്പറേഷൻസ് ആണ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ പല ടൈപ്പ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐ ഡ്രോപ്സ് ഉണ്ട്, ഐ ലോഷൻ, ഐ സസ്പെൻഷൻ, ഐ ഓയിൽമെന്റ്സ്, കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ് ആൻഡ് ഒഫ്താൽമിക് ഇൻസേർട്ട്. ഇതിനൊക്കെ സ്ഥിരമായിട്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന അഡിറ്റീവ്സിൽ നിന്നും അതേപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ഇവാലുവേഷൻ ടെസ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ എന്താണ് ഡെഫിനേഷൻ വൈസ് എന്താണ്? ദേ ആർ സ്റ്റെറൈൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ഓർ ഓയിൽമെന്റ്. They are meant for installation into the eye in the form of drops or sprays and ointment. These are the different types of ophthalmic products which include eye drops, eye lotion, suspension, ointment, contact lens solutions and inserts. ഇനി എന്താണ് ഒരു ഒഫ്താൽമിക് പ്രൊഡക്റ്റിന് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി സ്റ്റെറൈൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്. സെക്കൻഡ് വൺ, ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ. പൈറോജൻ ഫ്രീ ആയിരിക്കണം ആൻഡ് ഷുഡ് ബി ആൾസോ ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഫ്രീ ആയിരിക്കണം. ഡസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. മൂന്ന്, ഐസോട്ടോണിക് വിത്ത് ദ ലാക്രിമൽ സൊല്യൂഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. സ്റ്റെറിലിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണിത്. നമ്മൾ ഐയിലോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഐയിൽ എന്ത് ഫ്ലൂയിഡ് ഉണ്ട്? ലാക്രിമൽ ഫ്ലൂയിഡ് ഉണ്ട്. അതുമായിട്ട് എന്തായിരിക്കണം? ഐസോട്ടോണിക് ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്. നാലാമത്തെ, ഇറ്റ് ഷുഡ് ബി pH ഈക്വൽ ടു 7.4. ഐസോട്ടോണിസിറ്റിയോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിലെ ടിയറിന്റെ pHനോട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഒഫ്താൽമിക് പ്രൊഡക്റ്റിന്റെ pHഉം. അടുത്തത്, ഒപ്റ്റിമം വിസ്കോസിറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്റെ വിസ്കോസിറ്റി ഒരു ഒപ്റ്റിമം റേഞ്ചിൽ നിൽക്കണം. അത് ഏകദേശം 25 to 50 സെന്റിപോയ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ വേണം നിൽക്കാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവണം. കാരണം മൈക്രോബിയൽ ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് എടുത്ത് അതിൽ ഇൻസ്റ്റൽ ചെയ്താൽ നമുക്ക് ഐ ഇൻഫെക്ഷൻസ് വരാനുള്ളതോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ ആൻ ഒഫ്താൽമിക് പ്രൊഡക്റ്റ്. എളുപ്പമാണ് പഠിക്കാൻ. സ്റ്റെറൈൽ ആയിരിക്കണം, ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഐസോട്ടോണിസിറ്റി, pHന്റെ കാര്യം, വിസ്കോസിറ്റിയുടെ റേഞ്ച് ഓർത്തിരിക്കുക ആൻഡ് ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്രിസർവേറ്റീവ്. ഫസ്റ്റ് നമുക്ക് സ്റ്റെറിലിറ്റിയിൽ തന്നെ തുടങ്ങാം. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് ഏതാണ് പറഞ്ഞത്? സ്റ്റെറിലിറ്റി അല്ലേ? അപ്പൊ സ്റ്റെറിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഒഫ്താൽമിക് പ്രൊഡക്ട്സിന്റെ സ്റ്റെറിലിറ്റി അച്ചീവ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലിറ്റി നടത്തുന്നത്? ഒന്നാമത്തെ ഒരു മെത്തേഡ് ഓട്ടോക്ലേവിംഗ്, രണ്ടാമത്തെ മെത്തേഡ് ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സ്, മൂന്നാമത്തെ മെത്തേഡ് ബാക്ടീരിയസൈഡ് അഡീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒഫ്താൽമിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഐ ഡ്രോപ്സ് എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാം? ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യാം, ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം ആൻഡ് ബാക്ടീരിയസൈഡിന്റെ അഡീഷൻ വഴിയും എന്ത് ചെയ്യാം? സ്റ്റെറിലൈസേഷൻ നടത്താം. ഇനി പ്രധാനമായിട്ടും എന്തിനാണ് സ്റ്റെറിലിറ്റി ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസം കണ്ടന്റിനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഐ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയിലുള്ള മൈക്രോ ഓർഗാനിസംസും ഐ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്, വൈറസും ഉണ്ടാക്കുന്നുണ്ട്. ബാക്ടീരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, പ്രോട്ടിയസ് വൾഗാരിസ്, ബാസിലസ് സബ്റ്റിലസ് ആൻഡ് സ്യൂഡോമോണാസ് എയറോജിനോസ. ഇത് റെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം ഇതിൽ തന്നെ ഏറ്റവും ലൈഫ് ത്രെറ്റനിങ് അല്ലെങ്കിൽ ഏറ്റവും ഫേറ്റൽ ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് സ്യൂഡോമോണ എയറോജിനോസിനെയാണ്. കോമണും ഇതാണ്. ഇതൊന്ന് ഓർത്തു വെച്ച് പഠിക്കുക. മൈക്രോ ഓർഗാനിസംസ് വിച്ച് കോസിങ് ഐ ഇൻഫെക്ഷനിൽ ഏറ്റവും കോമൺ ആൻഡ് കുറച്ചും കൂടെ സീരിയസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആരാണ്? സ്യൂഡോമോണാസ് എയറോജിനോസയാണ്.
അപ്പം ഇതിനെതിരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കേണ്ടത്. ഓട്ടോക്ലേവിങ്ങിലൂടെയും ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സിലൂടെയും ബാക്ടീരിയസിന്റെ അഡീഷൻ വഴിയൊക്കെ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ വേണം നമ്മുടെ ഒഫ്താൽമിക് പ്രൊഡക്റ്റ് ഷുഡ് ബി ഫ്രീ ആകാനായിട്ട്. പിന്നെ വൈറസുകളിൽ അഡിനോ വൈറസ് ആണ് പ്രധാനമായിട്ടും ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ കാണാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു സ്ലൈഡിൽ നിന്ന് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ 3 മെത്തേഡ് ഓർത്തിരിക്കുക. ഓട്ടോക്ലേവിങ്ങും ബാക്ടീരിയൽ പ്രൂഫ് ഫിൽറ്റേഴ്സും ബാക്ടീരിയസൈഡ് അഡീഷനും. പിന്നെ ഏത് പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസമാണ് ഐ ഇൻഫെക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്, അത് സ്യൂഡോമോണോസ് എയറോജിനോസയാണ്. അതുകൂടാതെ സ്റ്റെഫൈലോകോക്കസ് ഓറീസും പ്രോട്ടിയസ് വൾഗാരിസും ബാസിലസ് സബ്റ്റിലസും ഉണ്ട്. വൈറസിന്റെ കാറ്റഗറിയിലാണെങ്കിൽ അഡിനോ വൈറസ്. ഇനി അടുത്തത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം, നമ്മൾ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ ആൻ ഒഫ്താൽമിക് പ്രൊഡക്ട്സ് ഡിസ്കസ് ചെയ്തപ്പം ഫസ്റ്റ് വൺ സ്റ്റെറിലിറ്റി ആയിരുന്നു. സ്റ്റെറിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് പറഞ്ഞ ഷുഡ് ബി ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് ഇൻഫ്ലെയിംഡ് ഐ ഈസ് സെൻസിറ്റീവ് ടു ദി പാർട്ടിക്കുലേറ്റ് മാറ്റർ. അതിപ്പം നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾസും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതെന്താവും സെൻസിറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്രസൻസ് ഓഫ് ഫോറിൻ പാർട്ടിക്കിൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പാർട്ടിക്കുലേറ്റ് കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കാൻ പോണേ, ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും. ആൻഡ് അപ്ഗ്രേഡ് ദി എപ്പിത്തീലിയം, നമ്മുടെ ഈ കണ്ണിനകത്തുള്ള എപ്പിത്തീലിയൽ ലെയേഴ്സിന് അത് എന്ത് ചെയ്യും, അതിലൊരു അബ്രേഷൻ ഉണ്ടാക്കും, അതിലൊരു പോറൽ വരുത്തും അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പാത്തോജനിക് ഇൻവേഷൻ, അതുമാത്രമല്ല പാർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ പ്രസൻസ് എന്തിനും കാരണമാകും, പാത്തോജനിക് ഓർഗാനിസംസും അതിലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് എന്തായിരിക്കണം എന്ന് പറയുന്നത്, ഷുഡ് ബി ഫ്രീ ഫ്രം പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഡിസ്കംഫോർട്ട് ഉണ്ടാകും, എപ്പിത്തീലിയത്തിനെ അത് എന്ത് ചെയ്യും, ഡാമേജ് ചെയ്യിപ്പിക്കും. ആൻഡ് പാത്തോജനിക് ഓർഗാനിസംസ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻവേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്ലാരിഫിക്കേഷൻ ഓഫ് ഒഫ്താൽമിക് പ്രൊഡക്റ്റ് സൊല്യൂഷൻ ഈസ് നെസറി. അതിൽ ഒരു തരത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ കരടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതോടൊപ്പം തന്നെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽട്രേഷൻ മീഡിയം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ഫിൽട്രേഷൻ മീഡിയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ക്ലാരിഫൈ ചെയ്ത് എടുക്കുന്നത്, ഒന്ന് മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെമ്പറൈൻ, പിന്നെ രണ്ടാമത്തത് സിൻഡേർഡ് ഗ്ലാസ്, മൂന്നാമത്തത് സ്മൂത്ത് ഫിൽട്ടർ പേപ്പേഴ്സ്. സോ ഇത് 3 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫോറിൻ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് നമുക്ക് ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ദോഷം വരും, പാത്തോജനിക് ഇൻവേഷൻ ഉണ്ടാകും, അബ്രേഡ് ദി എപ്പിത്തീലിയം ആൻഡ് ഡിസ്കംഫോർട്ടും ഉണ്ടാക്കുന്നു. അടുത്ത ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് പറഞ്ഞതാണ് ഐസോടോണിസിറ്റി ആൻഡ് pH. നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡ് ടിയറുമായിട്ട് എന്തായിരിക്കണം, ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, pHും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ കണ്ണിൽ എന്തുണ്ടാകും, ഇറിറ്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ഇൻസ്റ്റലേഷൻ ഓഫ് എ സൊല്യൂഷൻ ഹാവിംഗ് അൺഫേവറബിൾ ഓസ്മോട്ടിക് പ്രഷർ pH കോസസ് ഓഫ് ഡിസ്കംഫോർട്ട്. ഓൾറെഡി പറഞ്ഞു, ഓസ്മോട്ടിസിറ്റി അല്ലെങ്കിൽ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ തുല്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള, അല്ലെങ്കിൽ pHന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റും കണ്ണിലെ ടിയറിന് അല്ലെങ്കിൽ ലാക്രിമൽ ഫ്ലൂയിഡിന്റെ pHുമായിട്ട് ഒരു തരത്തിലും മാച്ച് ആകുന്നില്ലെങ്കിൽ എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഡിസ്കംഫോർട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് സെൻസിറ്റിവിറ്റി ഓഫ് ഐ ടു ദ വേരിയേഷൻ ഇൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഈസ് വേരിയേഷൻ ഇൻ pH. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും pH ആണ് കൂടുതൽ കണ്ണിന് എന്താകുന്ന സെൻസിറ്റീവ് പ്രശ്നം കൂടുതൽ വരുന്നത്. ഓസ്മോട്ടിസിറ്റി പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിലും pH കറക്റ്റ് ആയില്ലെങ്കിൽ കണ്ണിന് കൂടുതൽ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ടിയേഴ്സിന്റെ pH ഇവിടെ കൊടുത്തിട്ടുണ്ട് 7.5 ആണ്. അതൊരു നല്ലൊരു ഗുഡ് ബഫറിംഗ് പവറും ഉള്ളൊരു ഏജന്റ് ആണ് ടിയർ എന്ന് പറയുന്നത്. So they will neutralize the unbuffered solution, that is pH 3.5 to 10.5 and provided volume is small. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ അളവ് കുറവാണ്, അൺബഫേർഡ് ആണ്, അതായത് pH ഈ ഒരു pHലല്ല, 7.4 pHലല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ടിയർ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡ് തന്നെ അവ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ദി അൺബഫേർഡ് സൊല്യൂഷൻ. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ടിയറിനുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ടിയർ ഹാവിംഗ് എ pH 7.4 ആൻഡ് വിച്ച് ആക്ട് ആസ് എ ഗുഡ് ബഫറിംഗ് പവർ പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, അൺബഫേർഡ് സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ ആര് തന്നെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും, നമ്മുടെ ലാക്രിമൽ ഫ്ലൂയിഡ് തന്നെ എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്തെടുക്കും. ഇനി ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നതിന്റെ മറ്റു കാരണങ്ങൾ നോക്കുവാണെങ്കിൽ, ഡിസ്കംഫോർട്ട് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ആസിഡിക് ഡ്രഗ്സ്. പ്രധാനമായിട്ടും ടോണിസിറ്റി അല്ലെങ്കിൽ pHൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന മെഡിക്കാമെന്റിന്റെ പ്രശ്നങ്ങളും കൊണ്ട് എന്തുണ്ടാകാം, ഡിസ്കംഫോർട്ട് ഉണ്ടാകാം.
ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ആസിഡിക് ഡ്രഗ്സ്, നമ്മൾ ഇതിലിപ്പോൾ ഈ മെഡിക്കാമെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആസിഡിക് ഡ്രഗ് ആണ്, അതും അതിന്റെ കോൺസെൻട്രേറ്റഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. രണ്ടാമത്തത് ഹൈലി ബഫേർഡ് സൊല്യൂഷൻ, അതായത് ബഫേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ ഹൈലി ബഫേർഡ് സൊല്യൂഷൻ ആണെങ്കിലും അത് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. പിന്നെ ഫിസിക്കൽ ഓർ കെമിക്കൽ നേച്ചർ ഓഫ് ദ മെഡിക്കാമെന്റ്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ്, നമ്മൾ ഈ ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കാമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി വിൽ ആൾസോ കോസസ് സം ഡിസ്കംഫോർട്ട്. ഉപയോഗിക്കുന്ന മരുന്നിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, മരുന്നിന്റെ മാത്രമല്ല പ്രിസർവേറ്റീവ്, അതിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സിന്റെ അളവും അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നേച്ചറും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, കണ്ണിൽ ഡിസ്കംഫോർട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ലോക്കൽ അനസ്തെറ്റിക് ആയ അമിത്തിക്കോയ് കോസ് ഡിസ്കംഫോർട്ട് ഡ്യൂ ടു ദി സർഫസ് ആക്ടിവിറ്റി ആൻഡ് എബിലിറ്റി ടു ഡീനാച്ചർ ദി പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നേച്ചർ കാരണം ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാന്ന്. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന അമിത്തോകെയിൻ എന്ന് പറയുന്ന ഡ്രഗ്. കണ്ണില് ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കണ്ണില് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. അതിന് പ്രധാന കാരണം ഈ ഒരു ഡ്രഗിന് സർഫസ് ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ പ്രോട്ടീനെ ഡീനാച്ചർ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം എല്ലാ ഡ്രഗും നമുക്ക് ഒഫ്താൽമിക് പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രഗിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നേച്ചർ നോക്കി വേണം എന്താണ് അത് ഒഫ്താൽമിക് പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ശരിക്കും നോക്കാതെ കണ്ട് ഉപയോഗിച്ചാൽ കണ്ണിന് പ്രശ്നം വരും, ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. കാരണം എല്ലാം കറക്റ്റ് ആകണം, pHഉം ഓസ്മോട്ടിക് പ്രഷറും അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നേച്ചർ എല്ലാം ഒരു ഫാക്ടറാണ് അഫക്റ്റിംഗ് ദി എഫിക്കസി. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് വിസ്കോസിറ്റി. നമ്മൾ ഈ ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്ന വിസ്കോസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസ് അല്ലെങ്കിൽ വിസ്കസ് ആക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന തിക്കനിങ് ഏജന്റുകളാണ് ആഡ് ചെയ്യുന്നത്. പ്രൊലോങ് ദ കോണ്ടാക്ട് വിത്ത് ദ ഐ ആൻഡ് തെറാപ്യൂട്ടിക് റെസ്പോൺസ്. ഒഫ്താൽമിക് പ്രൊഡക്റ്റുകളിൽ വിസ്കോസിറ്റി ബിൽഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വിസ്കോസിറ്റി ബിൽഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന തിക്കനിങ് ഏജന്റ് ആണ്. തിക്കനിങ് ഏജന്റ് യൂസ് ചെയ്താൽ ഒരു ഗുണം എന്ന് പറയുന്നത് ദാറ്റ് വിൽ പ്രൊലോങ് ദ കോണ്ടാക്ട് വിത്ത് ദി ഐ. നമ്മുടെ കണ്ണിൽ ആ മരുന്ന് കുറച്ച് നേരത്തെ കൂടെ പ്രൊലോങ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നു, അതുവഴി നമുക്ക് തെറാപ്യൂട്ടിക് റെസ്പോൺസും എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം കൂടെ കിട്ടുന്നു. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. വിസ്കോസിറ്റി അല്ലെങ്കിൽ തിക്കനിങ് ഏജന്റ് ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണ്, പ്രൊലോങ് ദി കോണ്ടാക്ട് ആൻഡ് ആൾസോ ദി തെറാപ്യൂട്ടിക് റെസ്പോൺസ്. ഇനി വിസ്കോസിറ്റി, ആ ഒരു പറഞ്ഞ വിസ്കോസിറ്റി നമ്മളൊരു യൂണിറ്റ് പറഞ്ഞില്ലായിരുന്നോ, 25 to 50 സെന്റിപോയ്സ് പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വിസ്കോസിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജൻസ് ഏതൊക്കെയാണ്, ഹൈപ്രോമെല്ലോസ്, പോളിവിനൈൽ അക്രിലേറ്റ് ആൻഡ് പെഗ്, പോളിഎത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് മൈക്രോക്രിസ്റ്റലൈൻ സെല്ലുലോസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജന്റ്. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. ചിലപ്പോൾ ചോദിക്കാം വിസ്കോസിറ്റി ഏജന്റ് അല്ലെങ്കിൽ തിക്കനിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദി ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ഏതാണെന്ന് ചോദിക്കാം. ഇവയെല്ലാം ഉപയോഗിക്കുന്നവയാണ്. ഇനി വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തിക്കനിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞു. ഇനി തിക്കനിങ് ഏജന്റിന് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ടു ഫിൽട്ടർ. നമ്മൾ ഉപയോഗിക്കുന്ന തിക്കനിങ് ഏജന്റ് അത് ഉപയോഗിച്ചത് കൊണ്ട് ഫിൽട്രേഷന് പാടൊന്നും ഉണ്ടാകരുത്. ഫിൽട്രേഷൻ ഈസി ആകണം, സ്റ്റെറിലൈസേഷൻ ഈസി ആക്കണം, കോമ്പാക്റ്റബിൾ ആയിരിക്കണം. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെഡിക്കാമെന്റുമായിട്ട് ഈ തിക്കനിങ് ഏജന്റ് എന്തായിരിക്കണം, കോമ്പാക്റ്റബിൾ ആയിരിക്കണം. ഒപ്റ്റിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവണം. പിന്നെ വിസ്കോസിറ്റി ബിൽഡേഴ്സ് അല്ലെങ്കിൽ തിക്കനിങ് ഏജന്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഐ ഡ്രോപ്സ് ആൻഡ് ഐ ലോഷൻ. ആ പോയിന്റും കൊണ്ട് ഓർത്തിരിക്കണം. ഡ്രോപ്സിലും ലോഷനിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല, വിസ്കോസിറ്റി ബിൽഡേഴ്സ് അല്ലെങ്കിൽ തിക്കനിങ് ഏജന്റ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഉപയോഗിക്കുന്ന കേസുകൾ അവയ്ക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഫിൽട്ടർ ചെയ്യാൻ എളുപ്പം ഉണ്ടാവണം, സ്റ്റെറിലൈസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവണം, കോമ്പാക്റ്റബിൾ ആയിരിക്കണം, ഒപ്റ്റിമം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഉണ്ടായിരിക്കണം. പിന്നെ ഉപയോഗിക്കുന്ന ഹൈപ്രോമെല്ലോസ്, പോളിവിനൈൽ അക്രിലേറ്റ്, പോളിഎത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് മൈക്രോക്രിസ്റ്റലൈൻ സെല്ലുലോസ് ആണ്. ഇത് ഉപയോഗിക്കുന്ന വഴി കോണ്ടാക്ട് ടൈം കൂട്ടാനും തെറാപ്യൂട്ടിക് റെസ്പോൺസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു. വിസ്കോസിറ്റി ബിൽഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ട് ആരെയാണ്, തിക്കനിങ് ഏജന്റുകളെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഷുഡ് ബി ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസം. അത് എൻഷുർ ചെയ്യാൻ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. So protect from the dangerous organism introduced during the removal of the successive treatment. നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഐ ഡ്രോപ്സ് അല്ലെങ്കിൽ ലോഷൻ, സസ്പെൻഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു സ്റ്റെപ്സിന്റെ സമയത്ത് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ എൻട്രിക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അക്വസ് ഡ്രോപ്സ് സപ്ലൈഡ് ഇൻ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് മസ്റ്റ് കണ്ടെയ്ൻ എന്താണ്, പ്രിസർവേറ്റീവ്സ്.
നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോപ്പുകൾ അക്വസ് ഡ്രോപ്പുകളാണ്. അതും മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ട് അതിനകത്ത് പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. എങ്ങനെയാണ്? അക്വസ് ഡ്രോപ്സിൽ, കാരണം അക്വസിലാണ് കൂടുതൽ മൈക്രോബിയൽ ഗ്രോത്തിനുള്ള ചാൻസ് കൂടുതൽ. സോ അക്വസ് ഡ്രോപ്സ് സപ്ലൈഡ് ഇൻ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് മസ്റ്റ് കണ്ടെയ്ൻ പ്രിസർവേറ്റീവ്സ്. ഇനി ഐഡിയൽ ആയിട്ട് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾക്ക് വേണ്ടുന്ന പ്രത്യേകതകൾ, ഇപ്പൊ നമ്മൾ തിക്കനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവയ്ക്ക് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈസി ടു ഫിൽട്ടർ, ഈസി ടു സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രിസർവേറ്റീവ്സിന് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ റാപ്പിഡ്ലി എഫക്റ്റീവ് ആയിരിക്കണം. ഇതിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ഷുഡ് ബി ആക്ട് അഗെയിൻസ്റ്റ് ദി പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം. അതാണ് എഫക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാംലെസ് ടു ദി ഐ. ഈ പ്രിസർവേറ്റീവ് എന്തെങ്കിലും ഒരു കെമിക്കൽ ആയിരിക്കുമല്ലോ, അത് നമ്മുടെ കണ്ണിന് ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ദോഷം ഉണ്ടാക്കാൻ പാടില്ല. കോമ്പാക്റ്റബിൾ ആയിരിക്കണം, നമ്മുടെ മെഡിക്കാമെന്റുമായിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കണം. ആൻഡ് ഷുഡ് ബി സ്റ്റേബിൾ. അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്. കെമിക്കലി എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഇനേർട്ട് നേച്ചർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിസർവേറ്റീവ്സിന്. ഇനി പ്രിസർവേറ്റീവ്സിന് എക്സാമ്പിൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്? ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് അല്ലെങ്കിൽ ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ് യൂസ് ചെയ്യാം. ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ക്ലോർഹെക്സിഡിൻ അസറ്റേറ്റ്. ക്ലോർഹെക്സിഡിൻ അസറ്റേറ്റ് ലെസ് പ്രിഫറബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ് പാരാബെൻസും ക്ലോറോക്രിസോൾ ആൻഡ് തയോമെസാലും. സോ ഇതാണ് പ്രധാനപ്പെട്ട പ്രിസർവേറ്റീവ്സ്. ഇവ മൂന്നെണ്ണമാണ്. ലെസ് പ്രിഫറബിൾ ആണ് പാരാബെൻസും ക്ലോറോക്രിസോൾസ് ആൻഡ് തയോമെസാൽസും. സോ ഇതാണ് പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പ്രിസർവേറ്റീവ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട എത്തരം ഒഫ്താൽമിക് പ്രൊഡക്ട്സുകളാണ്? അക്വസ് ഡ്രോപ്സ് സപ്ലൈഡ് ഇൻ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ്. ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് ഫ്രം ദി ഡേഞ്ചറസ് ഓർഗാനിസം. അതായത് ഇറ്റ് ഷുഡ് ബി റാപ്പിഡ്ലി എഫക്റ്റീവ് ആയിരിക്കണം. കണ്ണിന് യാതൊരുള്ള ദോഷം ഉണ്ടാകാൻ പാടില്ല. കോമ്പാക്റ്റബിൾ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. എക്സാമ്പിൾസ് ഓഫ് പ്രിസർവേറ്റീവ്സ് യൂസ്ഡ് ഇൻ ഒഫ്താൽമിക് പ്രൊഡക്ട്സ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തത് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് എന്നേ പറഞ്ഞുള്ളൂ. അതിന് വേണ്ടുന്ന ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സും അതിൽ ഉപയോഗിക്കുന്ന ഏജന്റുമാണ് പറഞ്ഞത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഒഫ്താൽമിക് പ്രൊഡക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഐ ഡ്രോപ്സ് ആണ്. ഓക്കെ, എന്താണ് ഐ ഡ്രോപ്സ്? Eye drops are sterile aqueous or oily solutions or suspensions of drug. ഡ്രോപ്സ് എന്ന് പറയുന്നത്, ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഒന്നെങ്കിൽ സ്റ്റെറൈൽ ആണ്, അക്വസ് ആകാം, അല്ലെങ്കിൽ ഓയിലി സൊല്യൂഷൻ ആകാം. ഓക്കെ, അല്ലെങ്കിൽ സസ്പെൻഷൻസ് ആകാം. ഏതൊക്കെ ഫോമിൽ നമുക്ക് ഐ ഡ്രോപ്സ് അവൈലബിൾ ആയിട്ടുണ്ട്? സൊല്യൂഷൻ ഫോമിലുണ്ട്, അതും തന്നെ ഓയിലി സൊല്യൂഷൻസും ഉണ്ട്, അക്വസ് സൊല്യൂഷൻസും ഉണ്ട്. ആൻഡ് സസ്പെൻഷൻസ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള അതാണ് എന്ത്? ഐ ഡ്രോപ്പുകൾ. ഫോർ ഇൻസ്റ്റലേറ്റ് ദ കൺജൈവ സാക്ക് വിത്ത് എ ഡ്രോപ്പർ. ഒരു ഡ്രോപ്പറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഐയിലെ കൺജന്റിവയിലോട്ട് ഇൻസ്റ്റൽ ചെയ്യാൻ സഹായിക്കുന്ന ഏജന്റുകളാണ് എന്ത്? ഐ ഡ്രോപ്സ്. സ്റ്റെറൈൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്, അക്വസ് ഫോംസിലുണ്ട്, ഓയിലി സൊല്യൂഷൻ ഫോമിലുണ്ട്, സസ്പെൻഷൻ ഫോമിലുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ വി ക്യാൻ അപ്ലൈ ഇറ്റ് ഇൻ ടു ദി കൺജന്റിവൽ സാക്ക്. ഇനി പ്രധാനമായിട്ടും ഐ ഡ്രോപ്സ് എന്തൊക്കെ പർപ്പസിന് വേണ്ടി യൂസ്, അല്ലെങ്കിൽ ഐ ഡ്രോപ്പ് ഏതൊക്കെ ഫോർമുലേഷനിൽ അവൈലബിൾ ആണ്? അനസ്തെറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഐ ഡ്രോപ്പുകളുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, ഡയഗ്നോസ്റ്റിക് പ്രോപ്പർട്ടി. അതായത് എന്തെങ്കിലും ഇപ്പൊ മിഡ്രിയാറ്റിക് അല്ലെങ്കിൽ മയോട്ടിക് ആക്ഷൻ അല്ലെങ്കിൽ ഒഫ്താൽമിക് എക്സാമിനേഷന് മുമ്പ് നമുക്ക് കണ്ണിൽ എന്ത് ചെയ്യാറുണ്ട്? ഐ ഡ്രോപ്സ് എത്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. മയോട്ടിക് മിഡ്രിയാറ്റിക് എഫക്ട്, പ്യൂപ്പിളിനെ ഡൈലേറ്റ് ചെയ്യാനും പ്യൂപ്പിളിനെ കൺട്രാക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഒരു ഡ്രോപ്പറിന്റെ സഹായത്തോടു കൂടിയാണ് കൺജന്റിവൽ സാക്കയിലോട്ട് എപ്പോഴും ഐ ഡ്രോപ്സ് അപ്ലൈ ചെയ്യാറ്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഫോർമുലേഷൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു എന്തിലൊക്കെയാണ്. ഇപ്പൊ ഫസ്റ്റ് വൺ ഫോർമുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ തിക്കനിങ് ഏജന്റ്, പ്രിസർവേറ്റീവ്സ്, കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ്. കെമിക്കൽ സ്റ്റെബിലൈസേഴ്സിൽ തന്നെ pH അഡ്ജസ്റ്റേഴ്സ്, റെഡ്യൂസിങ് ഏജൻസ് ആൻഡ് സ്വീക്കസ്റ്ററിങ് ഏജൻസ്, ഇത്രയാണുള്ളത്. ഇനി കെമിക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമുലേഷനിൽ പ്രധാനമായിട്ടും വേണ്ടുന്ന ഏജൻസ്, ഐ ഡ്രോപ്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പം മെഡിക്കാമെന്റ് കൂടാതെ അതിൽ എന്തൊക്കെ എക്സ്ട്രാ അഡിറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്? തിക്കനിങ്, പ്രിസർവേറ്റീവ്സ് ആൻഡ് കെമിക്കൽ സ്റ്റെബിലൈസർ. ഈ കെമിക്കൽ സ്റ്റെബിലൈസേഴ്സിന്റെ കീഴിൽ തന്നെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്. കെമിക്കലി ആ ഒരു കോമ്പൗണ്ടിനെ എന്ത് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ pH അഡ്ജസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്.
റെഡ്യൂസിങ് ഏജൻസ്, അതായത് ഓക്സിഡേറ്റീവ് ഫ്രീ റാഡിക്കൽസിന്റെ ഒക്കെ പ്രസൻസ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യാറുണ്ട്. ആൻഡ് സീക്വസ്റ്ററിങ് ഏജൻസ് അല്ലെങ്കിൽ ചിലേറ്റിംഗ് ഏജൻസും ആഡ് ചെയ്യാറുണ്ട്. കെമിക്കൽ സ്റ്റെബിലൈസേഷനിൽ സ്റ്റെബിലൈസേഴ്സ് ആർ ആഡഡ് ടു റെഡ്യൂസ് ദ ഡീഗ്രഡേഷൻ, ടു അസിസ്റ്റ് ദി സ്റ്റെറിലൈസേഷൻ ആൻഡ് ഫോർ ദി സ്റ്റോറേജ് പർപ്പസ്. പ്രധാനമായിട്ട് നമ്മൾ സ്റ്റെബിലൈസേഴ്സ്, ഈ കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീഗ്രഡേഷൻ ചാൻസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ത് ചെയ്യുന്നു? ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്റ്റോറേജിന്റെ സമയത്ത് അതിനെ സ്റ്റേബിൾ ആക്കി വെക്കാനും. പ്രധാനമായിട്ടും സ്റ്റോറേജ് നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കുന്ന സമയത്താണ് ഇതിന് എന്തെങ്കിലുമൊക്കെ അൺസ്റ്റേബിൾ ആകാനുള്ള ചാൻസ്. അപ്പൊ അതിനെ സ്റ്റേബിൾ ആക്കി വെക്കാനും സ്റ്റോറേജിന്റെ ടൈമിൽ സ്റ്റെറിലിറ്റി എന്ത് ചെയ്യാനായിട്ടും ആക്സസ് ചെയ്യാനായിട്ടും ആൻഡ് ഡീഗ്രഡേഷൻ, സ്റ്റോറേജിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഡീഗ്രഡേഷൻ റെഡ്യൂസ് ചെയ്യാനുമാണ് കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഈ കെമിക്കൽ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ, കെമിക്കൽ സ്റ്റെബിലൈസേഴ്സിൽ എന്തൊക്കെ വരും? pH അഡ്ജസ്റ്റിംഗ് ഏജൻസ്, റെഡ്യൂസിങ് ഏജൻസ് അല്ലെങ്കിൽ സീക്വസ്റ്ററിംഗ് ഏജൻസ് യൂസ് ചെയ്തില്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തായി പോകും? ഡീഗ്രേഡഡ് ആയിട്ട് പോകും. ഡീഗ്രേഡഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റിയും കുറവായിരിക്കും, ടോക്സിക് എഫക്റ്റ് ആയിരിക്കും കൂടി നിൽക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ഡീറ്റെയിൽസിലോട്ട് നോക്കിയാൽ ഫസ്റ്റ് വൺ, സ്റ്റെബിലൈസേഷൻ മെത്തേഡിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെബിലൈസേഷൻ മെത്തേഡ് ഉണ്ട്? pH അഡ്ജസ്റ്റേഴ്സ്, റെഡ്യൂസിങ് ഏജൻസ്, സീക്വസ്റ്ററിംഗ് ഏജൻസ്. ആദ്യം പറയാൻ പോകുന്നത് pH അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബഫേഴ്സ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് അല്ലെ. എന്താ ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ? ന്യൂട്രലൈസ് ദി ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിവുള്ളവയാണല്ലോ ബഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പം pH എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. They will reduce the discomfort due to the irritation by maintaining a constant pH. നമ്മൾ ഐ ഡ്രോപ്സിൽ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസേഴ്സ് അഥവാ pH അഡ്ജസ്റ്റ്മെന്റേഴ്സ് അഥവാ ബഫേഴ്സിന്റെ മെയിൻ ജോലി എന്താണ്? മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് pH. ഒരു കോൺസ്റ്റന്റ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബഫേഴ്സ് അല്ലെങ്കിൽ pH അഡ്ജസ്റ്റ്മെന്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് എന്ത് കാറ്റഗറി വരും? സ്റ്റെബിലൈസേഷൻ മെത്തേഡിന്റെ ഭാഗമായിട്ട് വരും. സോ ദേ വിൽ മെയിൻറ്റെയിൻ എ കെമിക്കൽ സ്റ്റെബിലിറ്റി. സാധാരണ സ്റ്റെബിലിറ്റി എപ്പോഴാണ് ചേഞ്ച് ആകുന്നത്? ഡ്യൂറിങ് ദി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും ആൻഡ് ലീക്കിംഗ് ഓഫ് ആൽക്കലി ഗ്രൂപ്പ്, അതിലുള്ള ആൽക്കലി ഗ്രൂപ്പുകളുടെ ലീക്കിംഗ് സമയത്തും സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം വരും. ആ സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതിലൊരു മെത്തേഡാണ് pH അഡ്ജസ്റ്റ്മെന്റ് മെത്തേഡ്. pH അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബഫേഴ്സ് യൂസ് ചെയ്യുന്ന വഴി pH കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഇംപ്രൂവ് ദി ക്ലിനിക്കൽ റെസ്പോൺസ്. അതായത് എങ്ങനെയാണ് ക്ലിനിക്കൽ റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രഗിന് രണ്ട് ഫോം ഉണ്ട്, അയണൈസ്ഡ് ഫോമും ഉണ്ട്, അൺഅയണൈസ്ഡ് ഫോമും ഉണ്ട്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഫോമിൽ നിൽക്കുമ്പോഴായിരിക്കും ബയോ അവൈലബിലിറ്റി കൂടുതൽ എന്നുള്ളത്? ഏത് ഫോമിൽ നിൽക്കുമ്പോഴാണ്? അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഡ്രഗിന് കൂടുതൽ ബയോ അവൈലബിലിറ്റി. സോ ക്ലിനിക്കൽ റെസ്പോൺസ് കൂട്ടണമെങ്കിൽ ഡ്രഗ് എപ്പോഴും ഏത് ഫോമിൽ നിൽക്കണം? അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ദി അബ്സോർപ്ഷൻ ഓഫ് ദി ഡ്രഗ്. ഒരു ഡ്രഗ് അൺഅയണൈസ്ഡ് ഫോമിൽ നിന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യത്തുള്ളൂ. അതാണ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന pH അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബഫേഴ്സിന് എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. ബോറിക് ആസിഡ് വെഹിക്കിൾസ്, സ്പെഷ്യൽ ബോറിക് ആസിഡ് വെഹിക്കിള്, ഐസോട്ടോണിക് ഫോസ്ഫേറ്റ് വെഹിക്കിള്, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ്, സോഡിയം സിട്രേറ്റ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ബഫേഴ്സ് അല്ലെങ്കിൽ pH അഡ്ജസ്റ്റ്മെന്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് ഇൻ ഐ ഡ്രോപ്സ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന അഡിറ്റീവ്സിന്റെ ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഇപ്പൊ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്, ബോറിക് ആസിഡ് വെഹിക്കിൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? pH അഡ്ജസ്റ്റ്മെന്റേഴ്സ് അല്ലെങ്കിൽ ബഫേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബോറിക് ആസിഡ് വെഹിക്കിൾ കൂടാതെ സ്പെഷ്യൽ ബോറിക് ആസിഡ് വെഹിക്കിൾ, ഐസോട്ടോണിക് ഫോസ്ഫേറ്റ് വെഹിക്കിൾ, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ്, സോഡിയം സിട്രേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇവ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു മെയിൻറ്റെയിൻ ദ കെമിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ടു ഇംപ്രൂവ് ദി ക്ലിനിക്കൽ റെസ്പോൺസ്. ക്ലിനിക്കൽ റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്രഗിനെ അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുകയും അബ്സോർപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കെമിക്കൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ ചേഞ്ച് വന്നാലും സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല. ആൽക്കലി ഗ്രൂപ്പ് എന്തെങ്കിലും ലീക്ക് ഔട്ട് ചെയ്താലും സ്റ്റെബിലിറ്റിയിൽ പ്രശ്നം വരാതെ നോക്കും, ഇതേപോലത്തെ pH അഡ്ജസ്റ്റ്മെന്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തത് വെറ്റിംഗ് ഏജന്റ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് വെറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ഇൻക്രീസ് ദ സോലുബിലിറ്റി ആൻഡ് ഡ്രഗ് പെനിട്രേഷൻ.
എന്തിനാണ് നമ്മൾ വെറ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യുന്നത്? വെറ്റിംഗ് ഏജൻസ് സോലുബിലിറ്റിയെ കൂട്ടുന്നു. ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച വെഹിക്കിളിൽ നമ്മുടെ മെഡിക്കാമെന്റ് കൃത്യമായിട്ട് സോലുബിലൈസ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വെറ്റിംഗ് ഏജന്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? സോലുബിലിറ്റി കൂട്ടുകയും അതോടൊപ്പം തന്നെ ഡ്രഗിന്റെ പെനിട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? വർദ്ധിപ്പിക്കാനും പറ്റുന്നു. വെറ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പോളിസോർബേറ്റ് 20 ആൻഡ് 80 ആണ്. ഓക്കെ, ഇനി pH അല്ലെങ്കിൽ ബഫേഴ്സ് ആണ്. നമ്മൾ pH അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബഫേഴ്സ് ആണ് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഐസോടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇമ്പോർട്ടന്റ് ആണ്. സെയിം ഓസ്മോട്ടിക് പ്രഷർ ടിയർ ഫ്ലൂയിഡ്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് 0.9%, ബോറിക് ആസിഡ് 1.9%. ഐസോടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡും ബോറിക് ആസിഡും രണ്ടിന്റെയും കോൺസെൻട്രേഷൻ ഓർത്തിരിക്കുക. സോഡിയം ക്ലോറൈഡ് 0.9%, ബോറിക് ആസിഡ് 1.9%ലുമാണ് യൂസ് ചെയ്യുന്നത്. വെറ്റിംഗ് ഏജന്റിന്റെ എക്സാമ്പിൾ പോളിസോർബേറ്റ് 20 ആൻഡ് 80 ആണ്. ദാറ്റ് വിൽ ഇൻക്രീസ് ദ സോലുബിലിറ്റി ആൻഡ് ആൾസോ ഹെൽപ്സ് ഇൻ ദി പെനിട്രേഷൻ. അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റെബിലൈസേഴ്സ് നമ്മൾ വരുന്നതായിരുന്നു റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേറ്റീവ് ഫ്രീ റാഡിക്കൽസ് ഒക്കെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആക്കി മാറ്റാൻ ചാൻസ് ഉണ്ട്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് റെഡ്യൂസിങ് ഏജന്റ്. ദേ വിൽ പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ ഫ്രം ഓക്സിഡേഷൻ. എയറിനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരം എന്ത് ഉപയോഗിക്കും? ഇനേർട്ട് ഗ്യാസ് ആയിരിക്കും കൊടുക്കുക. ആൻഡ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇൻ പ്രിഫറൻസ് ടു ദി മെഡിക്കാമെന്റ്. എക്സാമ്പിൾ ആണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് സോഡിയം തയോസൾഫേറ്റ്. ഇത് കൂടാതെ ടോക്കോഫറോൾ അതായത് വൈറ്റമിൻ ഇ ഒരു എന്തായിട്ട് വരുന്നുണ്ട്? റെഡ്യൂസിങ് ഏജൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അസ്കോർബിക് ആസിഡും എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് റെഡ്യൂസിങ് ഏജൻസിന് എക്സാമ്പിൾ. പ്രധാന എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് സോഡിയം തയോസൾഫേറ്റ്. ദേ വിൽ പ്രൊവൈഡ് അവർ മെഡിക്കാമെന്റ് ഫ്രം ഓക്സിഡേഷൻ. എയറിനെ റീപ്ലേസ് ചെയ്ത് പകരം എന്താക്കുന്നു? ഇനേർട്ട് ഗ്യാസ് ആക്കുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട എന്താണ്? സ്റ്റെബിലൈസേഴ്സ് ആണ്. എക്സാമ്പിൾ ആണ് സീക്വസ്റ്ററിംഗ് ഏജന്റ്. ലിമിറ്റ് ദ ഡീകമ്പോസിഷൻ ആൻഡ് റിമൂവ്സ് ദ ഹെവി മെറ്റൽ. എന്തെങ്കിലും ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് നമ്മുടെ മെഡിക്കാമെന്റിൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നു. അതുവഴി ഡീകമ്പോസിഷൻ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കാം സീക്വസ്റ്ററിംഗ് ഏജൻസ്, അല്ലെങ്കിൽ അലോങ് വിത്ത് റെഡ്യൂസിംഗ് ഏജൻസി യൂസ് ചെയ്യാം. മെയിൻ എക്സാമ്പിൾ ഏതാണ്? EDTA ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ അഡിറ്റീവ്സ് നമ്മൾ പറഞ്ഞു? ഫസ്റ്റ് പറഞ്ഞതായിരുന്നു pH അഡ്ജസ്റ്റേഴ്സ് ആയിരുന്നു. എക്സാമ്പിൾ ബോറിക് ആസിഡ് വെഹിക്കിൾ, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ്, സോഡിയം സിട്രേറ്റ്, ഫോസ്ഫേറ്റ് വെഹിക്കിൾ ഒക്കെ ആയിരുന്നു. വെറ്റിംഗ് ഏജൻസ് ഡിസ്കസ് ചെയ്തു. ഐസോടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ് ആയിട്ട് സോഡിയം ക്ലോറൈഡ് ആൻഡ് ബോറിക് ആസിഡ് പറഞ്ഞു. റെഡ്യൂസിംഗ് ഏജൻസ് ആയിട്ട് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് സോഡിയം തയോസൾഫേറ്റ് ഐ ഡ്രോപ്സിനാണ് ഇപ്പൊ പറയുന്നത്. സീക്വസ്റ്ററിംഗ് ഏജൻസ് ആയിട്ട് EDTA. ഇതാണ് അഡിറ്റീവ്സുകൾ. ഇനി ഐ ഡ്രോപ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓരോരോ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫംഗിസൈഡൽ ആൻഡ് ബാക്ടീരിയസൈഡൽ വെഹിക്കിൾ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡലും അതേപോലെ തന്നെ ബാക്ടീരിയസൈഡലും ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ആ വെഹിക്കിളിൽ വേണം നമ്മുടെ മെഡിക്കാമെന്റ് എന്ത് ചെയ്യാനായിട്ട്? സോലുബിൾ ആക്കാൻ വേണ്ടി. പക്ഷെ അത് വെറും വെഹിക്കിൾ അല്ല, അതിൽ എന്തുണ്ട്? പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഫംഗിസൈഡൽ ഫംഗസിനെതിരെ പ്രവർത്തിക്കുന്നത്, ബാക്ടീരിയക്കെതിരെയും പ്രവർത്തിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഉള്ള വെഹിക്കിൾ ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യും? സൊല്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ് ആൻഡ് അഡ്ജുവൻസ്. രണ്ടാമത്തെ എന്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം? നമുക്ക് ഏത് പ്രിപ്പറേഷൻ, ഏത് മെഡിക്കാമെന്റ് ആണോ ഉണ്ടാക്കുന്നത് അതിന്റെ സൊല്യൂഷനും പിന്നെ അതിൽ ആഡ് ചെയ്യേണ്ട അഡ്ജുവന്റിന്റെ സൊല്യൂഷനും റെഡിയാക്കി വെക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതിനെല്ലാം എന്ത് ചെയ്യണം? ക്ലാരിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫംഗിസൈഡൽ ആൻഡ് ബാക്ടീരിയസൈഡൽ വെഹിക്കിൾ. സെക്കൻഡ് preparation of the solution of medicament along with the adjuvants. Third step clarification and fourth step is sterilization. ആദ്യത്തെ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫംഗിസൈഡൽ അല്ലെങ്കിൽ ബാക്ടീരിയസൈഡൽ ആയിട്ടുള്ള ഒരു വെഹിക്കിളിന്റെ സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഷുഡ് ബി ഫ്രഷ്ലി മെയ്ഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഐ ഡ്രോപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴാണ് ഐ ഡ്രോപ്സ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് അത് ആ ഒരു ടൈമിൽ മാത്രമേ അതിനാവശ്യമായിട്ടുള്ള ബാക്ടീരിയസൈഡൽ അല്ലെങ്കിൽ ഫംഗിസൈഡൽ വെഹിക്കിളും എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഫ്രഷ്ലി മെയ്ഡ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഓഫ് ദ സ്റ്റോക്ക് സൊല്യൂഷൻ പ്രസന്റ് പ്രോബ്ലംസ്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും.
എന്തൊക്കെയാന്ന് വെച്ചാൽ മെർക്കൂറിയൽ കോമ്പൗണ്ട്സ് ഇൻകോമ്പാക്റ്റബിൾ വിത്ത് അലൂമിനിയം. ഇപ്പൊ നമ്മൾ പ്രിസർവേറ്റീവ്സിൽ പറഞ്ഞ ഫിനൈൽ മെർക്കൂറിക് അസറ്റേറ്റ് നൈട്രേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ മെർക്കൂറിയൽ കോമ്പൗണ്ട്സ് എന്തുമായിട്ട് ഇൻകോമ്പാക്റ്റബിൾ ആയിട്ട് അലൂമിനിയമായിട്ട് ഇൻകോമ്പാക്റ്റബിൾ ആണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. പിന്നെ സ്ട്രോങ്ലി അബ്സോർബ്ഡ് ബൈ ദ റബ്ബർ. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷൻ, സ്റ്റോറേജ് സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് എന്തുമായിട്ട് സ്ട്രോങ് റബ്ബർ അതിന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റോറേജ് സൊല്യൂഷനിൽ നിന്ന്. പിന്നെ ലോസ് പൊട്ടൻസി ഇൻ പോളിത്തീൻ കണ്ടെയ്നേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് പോളിത്തീൻ കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ പൊട്ടൻസി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് മെറ്റാലിക് മെർക്കുറി. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സിലെ മെർക്കുറി എന്തിനുള്ള ചാൻസ് ഉണ്ട്, ഡീകമ്പോസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എപ്പോഴും ഫ്രഷ്ലി മെയ്ഡ് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ചിലപ്പോൾ മെർക്കുറിയൽ കോമ്പൗണ്ട് അലൂമിനിയം കോമ്പൗണ്ടുമായിട്ട് എന്താകും, ഇൻകോമ്പാക്റ്റബിൾ ആകും. റബ്ബർ, നമ്മൾ ഉപയോഗിക്കുന്ന റബ്ബർ ക്ലോഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ റബ്ബറുമായിട്ട് എന്ത് ചെയ്യും, സ്ട്രോങ്ലി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടൻസി കുറയാനുള്ള ചാൻസ് ഉണ്ട്, ആൻഡ് ഡീകമ്പോസിഷനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും ഫംഗിസൈഡൽ അല്ലെങ്കിൽ ബാക്ടീരിയസൈഡൽ വെഹിക്കിൾസിന്റെ സ്റ്റോക്ക് സൊല്യൂഷൻ ഫ്രഷ്ലി മെയ്ഡ് എന്ന് പറയുന്നത്. ഇനി ഓരോരോ പ്രിസർവേറ്റീവ്സിന്റെയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അബ്സോർബ്ഡ് ബൈ പോളിവിനൈൽ ക്ലോറൈഡ്. ഇത് ഓരോ പ്രിസർവേറ്റീവ്സും അതിന്റെ ചില ലിമിറ്റേഷൻസും ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഒരു പ്രിസർവേറ്റീവ്സ് ആണ് ഐഡ്രോപ്പിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന് എന്ത് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോളിവിനൈൽ ക്ലോറൈഡ് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡെവലപ്പ് എ ഡെപ്പോസിറ്റ് വെൻ കോണ്ടാക്ട് വിത്ത് റബ്ബർ ലൈൻ. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷനിലെ റബ്ബർ ലൈനുമായിട്ട് എന്ത് ചെയ്യുന്നു, കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡെപ്പോസിറ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ബെൻസാൽക്കോണിയം ക്ലോറൈഡിന്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി ക്ലോർ ഹെക്സഡിൻ അസറ്റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രിസർവേറ്റീവ് ആയിട്ട് സ്ലൈറ്റ്ലി ഡീഗ്രേഡ് ഓൺ ഓട്ടോക്ലേവിംഗ്. നമുക്ക് സ്റ്റെറിലൈസേഷൻ സ്റ്റെപ്പ് ഉള്ളതാണ്. സ്റ്റെറിലൈസേഷൻ നമുക്ക് 3 സ്റ്റെപ്പുകൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഓട്ടോക്ലേവിംഗ്, ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ്, ബാക്ടീരിയൽ പ്രൂഫ് ഫിൽട്രേഷൻ. പക്ഷേ ക്ലോർ ഹെക്സിഡിൻ അസറ്റേറ്റ് ആണ് പ്രിസർവേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റെറിലൈസേഷനിൽ ഓട്ടോക്ലേവിംഗ് ടെക്നിക് ഉപയോഗിക്കുമ്പോൾ ഡീഗ്രഡേഷൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇനാക്ടിവേറ്റഡ് ബൈ ദി കോർക്ക് ആൻഡ് ഓൾ ദി എബോവ് കോമ്പൗണ്ട്സ് റിക്വയർ പ്രൊട്ടക്ഷൻ ഫ്രം ദി ലൈറ്റ്. ഈ ബെൻസാൽക്കോണിയം ക്ലോറൈഡും ക്ലോർ ഹെക്സിഡിൻ അസറ്റേറ്റ് ഒന്നും ലൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയസൈഡൽ ആൻഡ് ഫംഗിസൈഡൽ വെഹിക്കിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. എപ്പോഴും ഫ്രഷ്ലി മെയ്ഡ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞു. പിന്നെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബെൻസാൽക്കോണിയം ക്ലോറൈഡിനും ക്ലോർ ഹെക്സിഡിൻ അസറ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസാൽക്കോണിയം ക്ലോറൈഡിനെ പോളിവിനൈൽ ക്ലോറൈഡ് അബ്സോർബ് ചെയ്യും, റബ്ബർ ലൈനുമായിട്ട് കോണ്ടാക്ട് വന്നാൽ ഡെപ്പോസിറ്റ് ഫോം ചെയ്യും. എന്നാൽ ക്ലോർ ഹെക്സിഡിൻ അസറ്റേറ്റ് ആകട്ടെ ഓട്ടോക്ലേവിന്റെ സമയത്ത് ഡീഗ്രഡേഷൻ ചാൻസും ഉണ്ട്. നമ്മൾ അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന കോർക്കുമായിട്ട് എന്ത് ചെയ്യും, ഇനാക്ടിവേറ്റഡ് ബൈ ദ കോർക്ക്. ഈ 2 കോമ്പൗണ്ടുകളെയും ലൈറ്റിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പ്രിക്കോഷൻ ടു യൂസ് സ്റ്റോക്ക് സൊല്യൂഷൻ ഇൻ എമർജൻസി. ഇനി എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്യാപ്സ് ആൻഡ് റബ്ബർ ക്ലോഷേഴ്സ് മസ്റ്റ് ബി പ്രീ ട്രീറ്റഡ്. എമർജൻസി സിറ്റുവേഷൻസിൽ വേഗം പോയി എടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന ക്യാപ്പ്, ഇത് മൂടി വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യാപ്പും റബ്ബർ ക്ലോഷേഴ്സും എന്തായിരിക്കണം, പ്രീ ട്രീറ്റഡ് ആയിരിക്കണം. പിന്നെ വാട്സ് ഓഫ് ദി ക്ലോസർ ഷുഡ് ബി സിലിക്കൺ റബ്ബർ ഫോർ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട്, ബെൻസാൽക്കോണിയം ക്ലോറൈഡിന്റെ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്തരത്തിലുള്ള ക്ലോഷേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നത്, ദ വാട്സ് ഓഫ് ക്ലോസർ ഷുഡ് ബി സിലിക്കൺ റബ്ബർ ആയിരിക്കണം. അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സിലിക്കൺ റബ്ബറെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്ലോർ ഹെക്സിഡിൻ സൊല്യൂഷൻ ഷുഡ് നോട്ട് ബി ഓവർ എക്സ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ഓട്ടോക്ലേവിംഗ്. എന്ത് പറ്റും, ഓട്ടോക്ലേവിംഗിന്റെ സമയത്ത് ഡീഗ്രഡേഷൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോർ ഹെക്സിഡിൻ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോക്ലേവിംഗിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എക്സ്പോസ് ചെയ്യാതെ വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഫിനൈൽ മെർക്യൂറിക് നൈട്രൈറ്റ് സൊല്യൂഷൻ ഷുഡ് ബി റിജക്റ്റഡ് ഇഫ് ദർ ഈസ് എ ഫൈൻ പ്രിസിപ്പിറ്റേറ്റ്. എന്തെങ്കിലും പ്രിസിപ്പിറ്റേറ്റ് കാണുവാണെങ്കിൽ ഫിനൈൽ മെർക്യൂറിക് നൈട്രൈറ്റ് സൊല്യൂഷൻ അങ്ങ് ഡിസ്കാർഡ് ചെയ്തേക്കണം. പിന്നെ അത് ഉപയോഗിക്കരുത് ഒരു കാരണവശാലും. പിന്നെ സ്റ്റോറേജ് സൊല്യൂഷൻ ടു ബി സ്റ്റെറിലൈസ്ഡ് ബിഫോർ സ്റ്റോറേജ് ആൻഡ് കവേർഡ് വിത്ത് എ റെഡിലി ബ്രേക്കബിൾ സീൽ. അതായത് സാധാരണ നമ്മൾ എപ്പോഴും ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഈ പറഞ്ഞ ഫംഗിസൈഡൽ അല്ലെങ്കിൽ ബാക്ടീരിയസൈഡൽ വെഹിക്കിൾ ഉണ്ടാക്കുന്നത്. ഇൻ കേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം, സ്റ്റോറേജിന് മുമ്പ് ഈ സൊല്യൂഷൻ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ്ഡും ആയിരിക്കണം. അതേപോലെ കവർ ചെയ്യണം വിത്ത് എ ബ്രേക്കബിൾ സീൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ
എന്താണ് യൂസിങ് ദിസ് വെഹിക്കിൾ ഡ്യൂറിംഗ് എൻ എമർജൻസി. ഈ ഫംഗിസൈഡൽ അല്ലെങ്കിൽ ബാക്ടീരിയസൈഡൽ വെഹിക്കിൾസ് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ക്ലോഷേഴ്സ് പ്രീ ട്രീറ്റഡ് ആയിരിക്കണം. ബെൻസാൽക്കുണിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്ന പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കേണ്ടത് സിലിക്കൺ റബ്ബർ ആയിരിക്കണം. ക്ലോർഹെക്സിഡിൻ സൊല്യൂഷൻ ഒരിക്കലും ഓട്ടോക്ലേവിംഗിന്റെ സമയത്ത് ഓവർ എക്സ്പോസ്ഡ് ആകാൻ പാടില്ല. ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് പ്രിപ്പറേഷൻസിൽ പ്രിസിപ്പിറ്റേറ്റ് കണ്ടാൽ റിജക്ട് ചെയ്തേക്ക ആ ഒരു സൊല്യൂഷൻ മൊത്തം. സ്റ്റോറേജ് സൊല്യൂഷൻ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് വേണം. സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് അത് സ്റ്റെറിലൈസ്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ആൾസോ ഷുഡ് ബി കവേർഡ് വിത്ത് എ റെഡിലി ബ്രേക്കബിൾ സീൽ. ഇനി അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് അഡ്ജുവൻസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയസൈഡൽ ആൻഡ് ഫംഗിസൈഡൽ വെഹിക്കിൾ ആയിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് അഡ്ജുവൻസ് ആണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോലുബിലിറ്റി ഓഫ് ദ മെഡിക്കാമെന്റ്, നമ്മൾ ഡിസൊല്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ബാക്ടീരിയസൈഡൽ അല്ലെങ്കിൽ ഫംഗിസൈഡൽ വെഹിക്കിൾ ഉണ്ടാക്കി വെച്ചു. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മെഡിക്കാമെന്റ് അല്ലെങ്കിൽ അഡ്ജുവൻസ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമല്ലോ. സോ അതെന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫസ്റ്റ് സോലുബിലിറ്റി, നമ്മുടെ മെഡിക്കാമെന്റ് എന്തിലാണോ സോലുബിൾ ആ ഒരു വെഹിക്കിൾ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സോലുബിലിറ്റി ഓഫ് ദ മെഡിക്കാമെന്റ്. അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ക്ലോറാഫെനിക്കോൾ ഈസ് മോർ സോലുബിൾ ഇൻ ബോറിക് ആസിഡ് ബൊറാക്സ് ബഫർ അറ്റ് എ pH of 7. ഇപ്പൊ ക്ലോറാഫെനിക്കോളിന്റെ ഒരു ഐ ഡ്രോപ്പ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പ്രിഫറബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും എന്ത് തന്നെയാണ്? ബോറിക് ആസിഡ് ബൊറാക്സ് ബഫർ ആയിരിക്കണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ആ ഒരു പർട്ടിക്കുലർ pH 7 pHലുള്ള ബോറിക് ആസിഡ് ബൊറാക്സ് ബഫറിൽ മാത്രമേ ആര് സോലുബിൾ ആകത്തുള്ളൂ, അല്ലെങ്കിൽ മോർ സോലുബിൾ ആകത്തുള്ളൂ ക്ലോറാംഫെനിക്കോൾ. അപ്പം മെഡിക്കാമെന്റിന്റെ സോലുബിലിറ്റി കൺസിഡർ ചെയ്ത് വേണം വെഹിക്കിൾസ് സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഹീറ്റിംഗ് അസിസ്റ്റ് ദ സൊല്യൂഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ്. ചില സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താ? ഹീറ്റിംഗ് അസിസ്റ്റ് ദ സൊല്യൂഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ്. എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഫിനൈൽ മെർക്യൂറിക് നൈട്രേറ്റ് അല്ലെങ്കിൽ അസറ്റേറ്റ് ഒക്കെയാണ് ഹീറ്റിംഗ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ സം ഹാസ് ടു ബി ഡിസോൾഡ് ഇൻ കോൾഡ് ആൻഡ് ഇൻ അൻ അറ്റ്മോസ്ഫിയർ ഓഫ് നൈട്രജൻ ഗ്യാസ്. അപ്പോൾ ഒന്ന് സോലുബിലിറ്റി, പിന്നെ ചില കേസിൽ ഹീറ്റിംഗ് ആവശ്യം വരുന്നുണ്ട്. ഇനി ചിലതാണെങ്കിൽ നമ്മൾ ഡിസോൾവ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? കോൾഡ് അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസോൾവ് ചെയ്യേണ്ടത്. അത് മെഡിക്കാമെന്റിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ എല്ലാത്തിലും ഒരേ കണ്ടീഷൻ ആയിരിക്കണം എന്നില്ല, സോലുബിലിറ്റി അനുസരിച്ചിട്ട് മാറാം. ചിലതിൽ ഹീറ്റിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ചിലതിലാണെങ്കിൽ കോൾഡ് സോലുബിൾ ആയിരിക്കണം, കോൾഡ് സോൾവെന്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഗ്യാസിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ സാമ്പിളിനെ എന്ത് ചെയ്യേണ്ടത്? സോലുബിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ് ആൻഡ് അഡ്ജുവന്റ്. അപ്പം വെഹിക്കിള് ബാക്ടീരിയസൈഡൽ അല്ലെങ്കിൽ ഫംഗിസൈഡൽ വെഹിക്കിൾ ഉണ്ടാക്കി വെച്ചു ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡ്രഗ് പ്രിപ്പയർ ചെയ്തു, അതിന്റെ ഡിസൊല്യൂഷൻ നടത്തി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ക്ലാരിഫിക്കേഷൻ. പാസിംഗ് ത്രൂ എ മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിൻ ആണ്. ഇതിന്റെ പോർ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0.8 മൈക്രോമീറ്റർ പോർ സൈസ് ഉള്ള മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിനിലൂടെയാണ് എന്ത് ചെയ്യുന്നതിനെ നമ്മൾ ക്ലാരിഫൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ വാട്ട്മാൻ ഫിൽട്ടർ പേപ്പർ ഉപയോഗിക്കാം. അതിന്റെ ഒരു ഗ്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്കിൾസ് ഫ്രീ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ഫിൽട്ടർ ബട്ട് ആൾസോ ഓൺ ദി പാർട്ടിക്കിൾ ഫ്രീ എക്യുപ്മെന്റ് ആൻഡ് കണ്ടെയ്നേഴ്സ്. ഈ ഒരു ഫിൽട്രേഷൻ മെത്തേഡ് ചെയ്യുന്ന വഴി, ഈ ഫിൽട്രേഷൻ ചെയ്തുകൊണ്ട് മാത്രം ഫുൾ പാർട്ടിക്കിൾസ്, അതിൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. എന്തും കൂടെ ഉറപ്പാക്കണം, നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ ഫ്രീ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ഫിൽട്ടർ. ഈ ഫിൽട്ടർ മാത്രമല്ല, ഫിൽട്ടറിലൂടെ പാസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അതിലെ പാർട്ടിക്കുലേറ്റ് മാറ്റർ മൊത്തം പോകണമെന്നില്ല. പിന്നെ എന്തും ഡിപ്പെൻഡഡ് ആണ്, പാർട്ടിക്കിൾ ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന വാട്ട്മാൻ ഫിൽട്ടർ പേപ്പറും അതോടൊപ്പം തന്നെ ഈ മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിനും എന്തായിരിക്കണം? ഷുഡ് ബി പാർട്ടിക്കിൾ ഫ്രീ ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വാട്ട്മാൻ ഫിൽട്ടർ പേപ്പർ എങ്കിൽ അത്, അല്ലെങ്കിൽ മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിൻ, ഇവയും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പർട്ടിക്കുലേറ്റ് മാറ്റർ. എന്നിട്ട് വേണം അതിനെ നമ്മൾ അങ്ങനെ പർട്ടിക്കുലേറ്റ് ഫ്രീ മാറ്റർ ആയിട്ടുള്ള വാട്ട്മാൻ ഫിൽട്ടർ പേപ്പർ അല്ലെങ്കിൽ മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിൻ യൂസ് ചെയ്തിട്ട് വേണം ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ട്. ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ മൈക്രോപോറസ് പ്ലാസ്റ്റിക് മെംബ്രെയിന്റെ പോർ സൈസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 0.8 മൈക്രോമീറ്റർ. സ്റ്റെപ്പ് എന്താണ്? ക്ലാരിഫിക്കേഷൻ. തേർഡ് സ്റ്റെപ്പ് ആണ്. ഇനി അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം? ഹീറ്റിംഗ് ഇൻ ഓട്ടോക്ലേവ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ് ഉണ്ട് അല്ലേ? സോ ഓട്ടോക്ലേവിലാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 98 to 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്.
ഇനി ഫിൽട്രേഷൻ ആണെങ്കിൽ അതിന്റെ പോർ സൈസും ഇമ്പോർട്ടന്റ് ആണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 0.2 ± 0.02 മൈക്രോമീറ്റർ ആൻഡ് മെമ്പറൈൻ്റെ ഡയമീറ്റർ 30 to 25 mm. സോ ഇതാണ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ പ്രൂഫ് മെമ്പറൈൻ ഫിൽട്ടറിലൂടെ എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പം 4 സ്റ്റെപ്പും കഴിഞ്ഞല്ലേ. ബാക്ടീരിയസൈഡൽ അല്ലെങ്കിൽ ഫംഗിസൈഡൽ വെഹിക്കിൾ പ്രിപ്പയർ ചെയ്തു, മെഡിക്കാമെന്റിനെ നമ്മൾ ഡിസല്യൂട്ട് ചെയ്തു, മൂന്നാമത് ക്ലാരിഫിക്കേഷൻ ചെയ്തു, നാലാമത് സ്റ്റെറിലൈസ് ചെയ്തു, സാധനം പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി വോളിയം സപ്ലൈ, നമ്മൾ ഒരു കണ്ടെയ്നറിലൂടെ എത്ര എമൗണ്ട് വോളിയം വരെ നിറയ്ക്കാം, എത്രയാണ് അതിന്റെ ആ ഒരു ഓരോന്നിനും പാക്ക് സൈസ് പറയുന്നുണ്ടല്ലോ. അത് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ വോളിയം പാരൻട്രൽസും ഉണ്ട്, ലാർജ് വോളിയം പാരൻട്രൽസും ഉണ്ട്. ഈ പാരൻട്രൽ പ്രിപ്പറേഷൻസ് തന്നെ നമുക്ക് സ്മോൾ വോളിയം പാരൻട്രൽസും ഉണ്ട്, ലാർജ് വോളിയം ഉണ്ട്. നമ്മുടെ പ്രിപ്പറേഷൻ സ്മോൾ വോളിയം പാരൻട്രൽസ് ആണെങ്കിൽ ഈച്ച് കണ്ടെയ്നർ നോട്ട് മോർ ദാൻ 10 ml. ഒരു 10 ml പ്രിപ്പറേഷൻ ആണ് മാക്സിമം, അതിൽ കൂടാൻ പാടില്ല. ഇൻ കേസ് ഓഫ് സ്മോൾ വോളിയം പാരൻട്രൽസ് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ഇഫ് മോർ ദാൻ 10 ml. 10 ml കൂടുതൽ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് കണ്ടെയ്നർ എടുക്കണം. മാക്സിമം 10 ml ആണ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്മോൾ വോളിയം പാരൻട്രൽസ് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന എത്ര ml ആണ്? 10 ml ആണ് മാക്സിമം എന്ന് പറയുന്നത്. ഇനി ലാർജ് വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനുള്ള ചാൻസ് ഉണ്ട്? കണ്ടാമിനേഷനുള്ള ചാൻസ് കൂടുതലാണ്. സോ സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ ആപ്ലിക്കേഷൻ പാക്കും ഉണ്ട്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ കണ്ടെയ്നേഴ്സും ഉണ്ട്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ട്രഡീഷണൽ ഐ ഡ്രോപ്പ് ബോട്ടിൽസ്, ടീറ്റ് ബോട്ടിൽ, സ്ക്രൂ ക്യാപ്ഡ് ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ആംബർ കളേർഡ്, ന്യൂട്രൽ ഗ്ലാസ്, റബ്ബർ ടീറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഐ ഡ്രോപ്സ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ്. സിംഗിൾ ആപ്ലിക്കേഷനും ഉണ്ട്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനും ഉണ്ട്. സ്മാൾ വോളിയം പാരൻട്രൽസ് ആണെങ്കിൽ 10 ml ആണ് മാക്സിമം വോളിയം. 10 ml കൂടുതലുണ്ടെങ്കിൽ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. ലാർജ് വോളിയം പാരൻട്രൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടി ആണ്, കണ്ടാമിനേഷൻ ചാൻസും കൂടുതലാണ്. ഇനി അടുത്ത സ്റ്റെപ്പാണ്, ഇപ്പൊ നമ്മൾ ഫൈനൽ കണ്ടെയ്നറിലോട്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഫൈനൽ കണ്ടെയ്നറിലോട്ടും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ട്രാൻസ്ഫർ ചെയ്തു. 10 ml എങ്കിൽ 10 ml, 100 ml എങ്കിൽ 100 ml വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തത് ലേബലിംഗ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഒരു ഒഫ്താൽമിക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഐ ഡ്രോപ്പ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഐ ഡ്രോപ്സിൽ വേണ്ടുന്ന ലേബലിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന് ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളി, അല്ലെ? വേറെ ഇത് എടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഓറൽ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് പാരന്റൽ പ്രിപ്പറേഷൻ ദാറ്റ് ഈസ് മീൻ ഫോർ ഐ ആണ്, കണ്ണിലോട്ടാണ്. അപ്പൊ സോ ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്ന് പ്രത്യേകം എഴുതി വെക്കണം. സ്റ്റോർ ഇൻ എ കൂൾ പ്ലേസ്. ഓക്കെ. പിന്നെ ഡിസ്കാർഡ് ദ പ്രിപ്പറേഷൻ 1 month ആഫ്റ്റർ ഇറ്റ്സ് ഫസ്റ്റ് ഓപ്പണിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേബലിംഗ് ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് നമ്മൾ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർന്നിരിക്കണം. പിന്നെ എക്സ്പയറി ഡേറ്റ് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1 വർഷമൊക്കെ ഉണ്ടാകാം. അത് അൺഓപ്പൺഡ് ആണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഐ ഡ്രോപ്സ് യൂസ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ആ സമയം കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല, ഡിസ്കാർഡ് ചെയ്യണം. പലരും അങ്ങനെ ചെയ്യാറില്ല, എക്സ്പയറി ഡേറ്റ് മാത്രമേ നോക്കുന്നുള്ളത്. ബോട്ടിലെ എക്സ്പയറി ഡേറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഇനി 1 വർഷമൊക്കെ ഉണ്ടാകും. അങ്ങനെയല്ല, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 monthനുള്ളിൽ എന്ത് ചെയ്യണം? ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കണം. പിന്നെ ഡു നോട്ട് യൂസ് ദ പ്രിപ്പറേഷൻ ഇഫ് ഇറിറ്റേഷൻ പെർസിസ്റ്റ്. നമ്മൾ കണ്ണിൽ ഇത് ഇറ്റിച്ച് കഴിയുമ്പോൾ ഈ ഐ ഡ്രോപ്സ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. പ്രിപ്പറേഷൻ അങ്ങ് എന്ത് ചെയ്തേക്കണം? ഡിസ്കാർഡ് ചെയ്തേക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൈസോസ്റ്റിക്മിൻ ഐ ഡ്രോപ്സ്, ആന്റികോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റർ കാറ്റഗറി വരുന്ന ഫൈസോസ്റ്റിക്മിൻ ഐ ഡ്രോപ്സ് ആണ്. അവിടെ നോക്കുക, ആ ഡ്രോപ്സിലെ പ്രധാന മെഡിക്കാമെന്റ് അപ്പൊ എന്താണ്? ഫൈസോസ്റ്റിക്മിൻ സൾഫേറ്റ് ആണ്. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും സോഡിയം മെറ്റാബൈസൾഫേറ്റ്? ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആണ്, അല്ലെ? ദാറ്റ് വിൽ എന്താണ് മെഡിക്കാമെന്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് അണ്ടർഗോ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? പ്രിസർവേറ്റീവ് ആയിട്ട്. ആൻഡ് പ്യൂരിഫൈഡ് വാട്ടർ ആണ് ഇവിടുത്തെ വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഐ ഓയിൽമെന്റ്. ഇപ്പോൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ ഐ ഡ്രോപ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ഐ ഓയിൽമെന്റ്. ഐ ഓയിൽമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഐ ഡ്രോപ്സ് എന്താ പറഞ്ഞത്? സ്റ്റെറൈൽ പ്രിപ്പറേഷൻസ് ഓഫ് ഓയിലി ആകാം, അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻസ് ഓർ സസ്പെൻഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡ്രോപ്പർ കൺജങ്ക്റ്റിവൽ സാക്കിലോട്ട് അപ്ലൈ എന്ന് പറഞ്ഞു. ഇനി ഐ ഓയിൽമെന്റ് എന്ന് പറയുന്നത് ഓയിൽമെന്റ് അല്ലേ? ഓയിൽമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് പ്രിപ്പറേഷൻ ആയിരിക്കും? സെമി സോളിഡ് പ്രിപ്പറേഷൻ ആയിരിക്കും, അല്ലെ? സെമി സോളിഡ് പ്രിപ്പറേഷൻ. കാരണം ഓയിൽമെന്റ്, പേസ്റ്റ്, ജെൽസ് ഒക്കെ നമ്മൾ ഏത് കാറ്റഗറി പഠിക്കുന്നതാണ്? സെമി സോളിഡ് ഡോസേജ് ഫോമിൽ പഠിക്കുന്നതാണ്.
അപ്പൊ ഐ ഓയിൽമെന്റ് എന്ന് പറയുമ്പോൾ ദിസ് ആൾസോ കംസ് അണ്ടർ എ സെമി സോളിഡ് പ്രിപ്പറേഷൻ ബേസ്ഡ് ഓൺ ഇതിൽ ഉപയോഗിക്കുന്ന നമുക്കൊരു ഓയിൽമെന്റിൽ നമുക്കൊരു ഓയിൽമെന്റ് ബേസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഐ ഓയിൽമെന്റിൽ നമുക്ക് ഒന്നെങ്കിൽ ഒലിയോജീനസ് ബേസ് ആയിരിക്കാം അല്ലെങ്കിൽ വാട്ടർ വാഷബിൾ ബേസ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഓയിൽമെന്റിൽ യൂസ് ചെയ്യുന്ന ബേസ് ഏതൊക്കെയാണ്? ഒലിയോജീനസ് ബേസ് അല്ലെങ്കിൽ വാട്ടർ വാഷബിൾ ബേസ്. എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്? ഒരു കൊളാപ്സബിൾ ആയിട്ടുള്ള ഒരു ട്യൂബിലായിരിക്കും. എന്തിനാണ് കൊളാപ്സബിൾ ട്യൂബ്സിൽ പാക്ക് ചെയ്യുന്നത്? ഫോർ ദി ഈസി ട്രാൻസ്ഫർ ഇൻ ടു ദി ഐ ക്യാവിറ്റി ബൈ പ്രഷർ. നമ്മൾ എവിടേക്കാണ് ഐ ഓയിൽമെന്റ് അപ്ലൈ ചെയ്യുന്നത്? ഐന്റെ ഉള്ളിലെ ക്യാവിറ്റിയിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഐ ഓയിൽമെന്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അതിൽ ഒന്നെങ്കിൽ ഒലിയോജീനസ് ബേസ് ആയിരിക്കും അല്ലെങ്കിൽ വാട്ടർ വാഷബിൾ ബേസ് ആയിരിക്കാം. ഇത് എന്ത് പ്രിപ്പറേഷനിൽ വരുന്നതാണ്? സെമി സോളിഡ് പ്രിപ്പറേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഫോർമുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും ഒരു ഐ ഓയിൽമെന്റിൽ? ഫസ്റ്റ് മെഡിക്കാമെന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി മെഡിക്കാമെന്റ് തന്നെ വാട്ടർ അല്ലെങ്കിൽ ഓയിൽ സോലുബിൾ ആകാം. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഒരു ഓയിൽമെന്റ് ബേസ് വേണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഐ ഡ്രോപ്സിന്റെ കേസിൽ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ പ്രധാനമായിട്ടും വെഹിക്കിൾ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണിത് ഐ ഓയിൽമെന്റിലെ ഓയിൽമെന്റ് ബേസ്. അതൊന്നെങ്കിൽ ഒലിയോജീനസ് ആകാം അല്ലെങ്കിൽ വാട്ടർ വാഷബിൾ ബേസ് ആയിരിക്കാം. പിന്നെ ഓയിൽമെന്റ് ബേസ് ഉണ്ടാവണം. സ്റ്റെറിലൈസ്ഡ് ബൈ ഹീറ്റിംഗ് മെത്തേഡ്. ഈ ഓയിൽമെന്റ് ബേസ് എന്തായിരിക്കണം? സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഇറിറ്റേഷൻ. പിന്നെ ഡിഫ്യൂസ് ദ ഡ്രഗ് യൂണിഫോംലി ത്രൂ ഔട്ട്. അതായത് ഡ്രഗിന്റെ കണ്ടന്റ് യൂണിഫോമിറ്റി ഉണ്ടാവണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് മെൽറ്റ് അറ്റ് എ ബോഡി ടെമ്പറേച്ചർ. കണ്ണിലേക്ക് ഈ ഓയിൽമെന്റ് പുരട്ടി കഴിയുമ്പോൾ ആ ടെമ്പറേച്ചറിൽ അത് എന്ത് ചെയ്യണം? മെൽറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് മെഡിക്കാമെന്റ് എന്ത് ചെയ്യുന്നത്? ഡിസൊല്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഐ ഓയിൽമെന്റിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർമുലേഷനിൽ മെഡിക്കാമെന്റ് ഉണ്ടാകും, ഓയിൽമെന്റ് ബേസ് ഉണ്ടാകും. ഓയിൽമെന്റ് ബേസ് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം, ഇറിറ്റേഷൻ ഫ്രീ ആയിരിക്കണം, ഡ്രഗ് യൂണിഫോമിറ്റി ഉണ്ടാക്കണം, അത് എൻഷുർ ചെയ്യണം. ആൻഡ് ഷുഡ് മെൽറ്റ് അറ്റ് എ ബോഡി ടെമ്പറേച്ചർ. ഓയിൽമെന്റ് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് യെല്ലോ സോഫ്റ്റ് പാരഫിൻ, ലിക്വിഡ് പാരഫിൻ ആൻഡ് വൂൾ ഫാറ്റ് ആണ്. അതിലെ യെല്ലോ സോഫ്റ്റ് പാരഫിൻ നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്നതാണ്. ലിക്വിഡ് പാരഫിൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ദാറ്റ് വിൽ റെഡ്യൂസ് ദ വിസ്കോസിറ്റി ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്സ് ഇൻ ദി ഈസി റിമൂവൽ ഫ്രം ദ ട്യൂബ്. വൂൾ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു ഇമൾസിഫിക്കേഷൻ പ്രൊഡക്റ്റ് ആണ്. ഇതാണ് നമ്മൾ ഓയിൽമെന്റ് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കാം? യെല്ലോ സോഫ്റ്റ് പാരഫിൻ ഉപയോഗിക്കാം, ലിക്വിഡ് പാരഫിൻ ഉപയോഗിക്കാം ആൻഡ് വൂൾ ഫാറ്റ് ഉപയോഗിക്കാം. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ യെല്ലോ സോഫ്റ്റ് പാരഫിൻ ആണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് സോഫ്റ്റ് പാരഫിൻ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. കാരണം യെല്ലോ സോഫ്റ്റ് പാരഫിനെ നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ടാണ് വൈറ്റ് സോഫ്റ്റ് പാരഫിൻ ആക്കി മാറ്റുന്നത്. അപ്പം എന്തിനുള്ള ചാൻസ് ഉണ്ട്? ബ്ലീച്ച് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് ചില കണ്ടൻസ് ബ്ലീച്ചിങ് ഏജൻസി വൈറ്റ് സോഫ്റ്റ് പാരഫിനിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് സോഫ്റ്റ് പാരഫിൻ ഒരിക്കലും പ്രിഫറബിൾ അല്ല. എപ്പോഴും യെല്ലോ സോഫ്റ്റ് പാരഫിൻ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഐ ഓയിൽമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്. സിംഗിൾ ആപ്ലിക്കേഷൻ കണ്ടെയ്നേഴ്സ്. ഇനി മൾട്ടിപ്പിൾ ആണെങ്കിൽ സ്റ്റെറിലൈസ്ഡ് ടിൻ യൂസ് ചെയ്യാം, അലൂമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊളാപ്സബിൾ ട്യൂബ്സ് ഉപയോഗിക്കാം വിത്ത് നോസിൽ. ഓക്കെ, അതായത് നമ്മൾ ഓയിൽമെന്റ് ആയതുകൊണ്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു നോസിലിന്റെ ഒപ്പമായിരിക്കും വരുന്നത്. ട്യൂബ് സീൽഡ് ഇൻ എ പാക്ഡ് ഫ്രം വിച്ച് ദ റിമൂവൽ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് എ സ്ക്രൂ ക്യാപ്പ് കവേർഡ് വിത്ത് എ റെഡിലി ബ്രേക്കബിൾ സീൽ ദാറ്റ് വിൽ പ്രിവെന്റ് ദ കണ്ടാമിനേഷൻ ഡ്യൂറിംഗ് ദ യൂസ്. നമ്മൾ സാധാ ഓയിൽമെന്റ് പോലെ തന്നെ ആ ഒരു ക്യാപ്പിൽ തന്നെ എന്തുണ്ടാകും? ആ ട്യൂബ് സീൽഡ് ഇൻ എ പാക്ഡ് ഫോം ആയിരിക്കും. ആ സ്ക്രൂ ക്യാപ്പ് വെച്ചിട്ടായിരിക്കും ഇത് കവർ ചെയ്തിരിക്കുന്നത്. അത് റെഡിലി ബ്രേക്കബിൾ ആണ്. കാരണം യൂസിന്റെ സമയത്തുള്ള കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ സ്ക്രൂ ക്യാപ്പ് കവേർഡ് ആയിട്ട് ഇത് വരുന്നത്. അടുത്ത ഒഫ്താൽമിക് പ്രൊഡക്റ്റ് ആണ് ഐ ലോഷൻ. ഐ ഡ്രോപ്പ് ആയി, ഐ ഓയിൽമെന്റ് ആയി, നെക്സ്റ്റ് ഐ ലോഷൻ. Definition: These are sterile aqueous solution intended for washing the eye to remove the irritant or the foreign body. അപ്പൊ ഐ ഡ്രോപ്സ് നമ്മൾ എന്തൊക്കെ പർപ്പസിന് ഉപയോഗിച്ചു? ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട്, ഇൻഫ്ലമേഷന്, മയോട്ടിക്, മിഡ്രിയാറ്റിക്, ഡയഗ്നോസ്റ്റിക് പർപ്പസിനൊക്കെ യൂസ് ചെയ്തില്ലേ. പിന്നെ ഐ ഓയിൽമെന്റും രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇൻടു ദ ക്യാവിറ്റിയിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഐ ലോഷന്റെ ഉപയോഗം എന്താണ്? മെയിൻലി യൂസ്ഡ് ഫോർ എന്താണ്? വാഷിംഗ് ദ ഐ ടു റിമൂവ് ദ ഇറിറ്റന്റ് ഓർ എനി ഫോറിൻ ബോഡി. നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും ഇറിറ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ബോഡി പോയി കഴിഞ്ഞാൽ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അക്വസ് സൊല്യൂഷൻസ്, സ്റ്റെറൈൽ ആയിട്ടുള്ള അക്വസ് സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഐ ലോഷൻ എന്ന് പറയുന്നത്. ഐ ലോഷന് വേണ്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റെറൈൽ ആയിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
നോ ഫോറിൻ പാർട്ടിക്കിൾസ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം particulate മാറ്റർ. ഐസോട്ടോണിക് വിത്ത് ദി ലാക്രിമൽ സെക്രീഷൻ, നമ്മൾ ഒഫ്താൽമിക് പ്രൊഡക്ട്സിൽ പറഞ്ഞത് തന്നെ. It should be isotonic and should have a neutral pH to avoid the irritation and discomfort. ഇറിറ്റേഷനും ഡിസ്കംഫോർട്ടും കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് pH എന്തായിരിക്കണം? ന്യൂട്രൽ pH ആയിരിക്കണം. ഐസോട്ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടാകാൻ പാടില്ല. സ്റ്റെറൈൽ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി മീൻ ഫോർ വാഷിംഗ് ദ ഐ ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് എന്താണ്? ഇറിറ്റന്റ് ഓർ ഫോറിൻ ബോഡി. അതിനെ റിമൂവ് ചെയ്യുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐ ലോഷൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സ്റ്റെറൈൽ അക്വസ് കണ്ടെയ്നിങ് നോ ബാക്ടീരിയോസൈഡ്. ഓക്കെ, സ്റ്റെറൈൽ പ്രിപ്പറേഷൻ ആണ്, ബാക്ടീരിയോസൈഡ് ഇല്ലാതെ. ക്യാൻ ബി യൂസ്ഡ് വൺസ് ഓർ നോട്ട് എക്സീഡിങ് 24 hours. അതായത് ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതലില്ല അതിന്റെ ഉപയോഗം. അതുകൊണ്ടാണ് അതിൽ എന്ത് വരുന്നില്ല? ബാക്ടീരിയോസൈഡ് ഒന്നും വരുന്നില്ല. ഇനി അതേസമയം അക്വ സൊല്യൂഷൻ കണ്ടെയ്നിങ് ബാക്ടീരിയോസൈഡ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസ്ഡ് വെൻ യൂസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്തിൻ എ വീക്ക്, ഒരാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. നോ ബാക്ടീരിയോസൈഡ് പ്രിപ്പറേഷൻ ആൻഡ് കണ്ടെയ്നിങ് ബാക്ടീരിയോസൈഡ് ഉണ്ട്. ഒരെണ്ണം യൂസ്ഡ് വിത്തിൻ 24 hours അല്ലെങ്കിൽ യൂസ്ഡ് വൺസ്. ആൻഡ് അക്വ സൊല്യൂഷൻ കണ്ടെയ്നിങ് ബാക്ടീരിയോസൈഡ് ആണെങ്കിൽ യൂസ്ഡ് വിത്തിൻ എ വീക്ക്. ഇനി ഇതിന്റെ എങ്ങനെയാണിത് യൂസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സപ്ലൈഡ് ഇൻ എ കോൺസെൻട്രേറ്റഡ് ഫോം ആയിരിക്കും. ഈ ഐ ലോഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും വരുന്നത്. സോ എപ്പോഴും ബിഫോർ യൂസ് ഡൈല്യൂട്ട് വിത്ത് എ വാം വാട്ടർ ആൻഡ് ക്യാൻ ബി സ്റ്റോർ ഫോർ 2 days. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് വരുന്നത് ലോഷൻസ്, ഐ ലോഷൻസ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്യണം. എന്ത് വെച്ചിട്ട്? വാം വാട്ടർ വെച്ചിട്ട്. സാധാ വാട്ടർ അല്ല, വാം വാട്ടർ ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വേണം ഐ ലോഷൻസ് യൂസ് ചെയ്യാനായിട്ട്. മെയിൻ ആപ്ലിക്കേഷൻ എന്താണ്? ഇറ്റ് വിൽ ക്ലീൻ ദി ഐ ബാത്ത് ആൻഡ് ഓർ സ്റ്റെറൈൽ ഫാബ്രിക് ഡ്രസ്സിങ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഫോർമുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ് ആയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, ബോറിക് ആസിഡ് ഓർ ബൊറാക്സ് ആണ് നമ്മൾ മെയിൻ മെഡിക്കാമെന്റ്. എവിടെ? ഐ ലോഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കാമെന്റുകൾ അതൊക്കെയാണ്. സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, ബോറിക് ആസിഡ്, ബൊറാക്സ് ആണ്. വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ ആൻഡ് ഐസോ ഓസ്മോട്ടിക് ഏജൻസ്. ഇത്ര ഇൻഗ്രീഡിയന്റ് ചേരുമ്പോഴാണ് ഐ ലോഷൻസ് ഉണ്ടാകുന്നത്. കോൺസെൻട്രേറ്റ് ഫോമിലായിരിക്കും. വാം വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്യണം. 2 days വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഐ ലോഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ് ഇൻ എ വെഹിക്കിൾ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ക്ലാരിഫിക്കേഷൻ അഥവാ ഫിൽട്രേഷൻ. തേർഡ് സ്റ്റെപ്പ് സ്റ്റെറിലൈസേഷൻ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ ഏതൊക്കെ മെഡിക്കാമെന്റ് യൂസ് ചെയ്യുന്നതിൽ സോഡിയം ക്ലോറൈഡ് പറഞ്ഞായിരുന്നല്ലോ. അപ്പം സോഡിയം ക്ലോറൈഡ് ഐ ലോഷൻ ഒരു പ്രിപ്പറേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ് 9 grams, പ്യൂരിഫൈഡ് വാട്ടർ 1000 ml. ഇത് വെച്ചിട്ടാണ് ഐ ലോഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ആദ്യമേ 800 ml പ്യൂരിഫൈഡ് വാട്ടർ എടുക്കുക, പ്ലസ് 9 grams സോഡിയം ക്ലോറൈഡ് എടുക്കുക. ഇതൊരു സൊല്യൂഷൻ ആക്കി മാറ്റുക. പിന്നീട് ആ സൊല്യൂഷനിലോട്ട് നമ്മുടെ ടോട്ടൽ 1000 ml ആണല്ലോ, ആദ്യം 800 ml എടുത്ത് 9 grams NaCl ഉപയോഗിച്ചൊരു സൊല്യൂഷൻ ആക്കി മാറ്റി, പിന്നീടാണ് ആ ബാക്കി 200 ml പ്യൂരിഫൈഡ് വാട്ടറും കൂടെ ചേർക്കുക. അങ്ങനെ ടോട്ടൽ ഇപ്പൊ എത്രയായി? 1000 ml സൊല്യൂഷനായി. അതിനെ നമ്മളൊരു സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററിലൂടെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ക്ലാരിഫിക്കേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ടൊരു സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ, ഗ്രേഡ് 4 ഒരു സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ക്ലാരിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈനൽ കണ്ടെയ്നറിലോട്ട് എന്ത് ചെയ്യുക? അത് ട്രാൻസ്ഫർ ചെയ്യുക, സീൽ ചെയ്യുക ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യുക ബൈ ഓട്ടോക്ലേവിംഗ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഡിസൊല്യൂഷൻ ഓഫ് ഡ്രഗ് ഇൻ വെഹിക്കിൾ. അതാണ് ഈ 2 സ്റ്റെപ്പിൽ ഡിസൊല്യൂഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? ക്ലാരിഫിക്കേഷൻ. അതാണ് ഇവിടെ നടന്നത്. പിന്നെ ഫൈനൽ കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെറിലൈസേഷൻ ബൈ ഓട്ടോക്ലേവിംഗ്. ഇനി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് പ്രോപ്പർലി സീൽഡ് കണ്ടെയ്നേഴ്സ് ആയിരിക്കണം, വിത്ത് സ്ക്രൂ ക്യാപ്പ് വിത്ത് ഏതർ റബ്ബർ, പ്ലാസ്റ്റിക് ഓർ അതർ ഇംപെർവിയസ് ക്യാപ്പ് ലൈനർ. അടുത്തത് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ കോർക്ക്. ഐ ലോഷനിൽ കോർക്ക് യൂസ് ചെയ്യുന്നില്ല. കളേർഡ് ആൻഡ് ഫ്ലൂട്ടഡ്, റെസിസ്റ്റന്റ് ടു ഓട്ടോക്ലേവിംഗ്. ഫൈനൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് എന്തിലാണ്? ഓട്ടോക്ലേവിംഗിലാണ്. അപ്പൊ ഇതെന്തായിരിക്കണം? ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റണം? വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അടുത്തത് ലേബലിംഗ്. നോട്ട് ടു ബി ടേക്കൺ ഓറലി. ഐ ലോഷന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ പാക്കേജിൽ നമ്മൾ ലേബലിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഒന്ന്, നോട്ട് ടു ബി ടേക്കൺ ഓറലി അല്ലെങ്കിൽ ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. അവോയ്ഡ് കണ്ടാമിനേഷൻ ഡ്യൂറിങ് ദ യൂസ്. അതായത് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. കൈയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വേണം. ഈ പ്രത്യേകിച്ച് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളും എന്തായിരിക്കണം? ഹൈജീനിക് ആയിരിക്കണം. അതാണ് അവോയ്ഡ് കണ്ടാമിനേഷൻ ഡ്യൂറിങ് ദ യൂസ്.
ഡിസ്കാർഡ് എനി അൺയൂസ്ഡ് പാർട്ട് ആഫ്റ്റർ 24 അവർ ഓർ എ വീക്ക് ആഫ്റ്റർ ദി ഫസ്റ്റ് ഓപ്പണിംഗ്. നമ്മൾ 2 ടൈപ്പ് പറഞ്ഞായിരുന്നല്ലോ, യൂസ്ഡ് വിത്തിൻ 24 അവേഴ്സും അല്ലെങ്കിൽ 1 വീക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് ആ ഒരു ടൈം പറഞ്ഞിരിക്കണം. ഡിസ്കാർഡ് എനി അൺയൂസ്ഡ് പാർട്ട് ആഫ്റ്റർ 24 അവർ ഓർ വീക്ക് ആഫ്റ്റർ ദി ഫസ്റ്റ് ഓപ്പണിംഗ്. പിന്നെ ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളതെന്നും എഴുതിയിരിക്കണം.